ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 38. നമ്മളിന്ന് നോക്കുന്ന അധ്യായം 8 21 മുതൽ 30 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിൽ പല ദേവതകളെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 21 ഇന്ദ്രനാണ് ദേവത. അപ്പം പറയുകയാണ്, യജ്ഞകർമ്മങ്ങളിൽ അങ്ങ് സമർത്ഥനാണ്. ഏത് യജ്ഞവും നമ്മൾ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത്. നമ്മൾ യജ്ഞം നടത്താനുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ശക്തിവിശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നുണ്ട്. അവയെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷത്തിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇത് മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ഇന്ദ്രനെ പറ്റി അധികം വിസ്തരിച്ച് ഇവിടെ പറയുന്നില്ല. അതായത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ചില സാധനങ്ങൾ കൊടുക്കും. ആ കൊടുക്കുന്ന വസ്തുവെ പുതിയൊരു വസ്തുവായിട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നടക്കുന്ന പ്രവൃത്തികളിൽ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവൃത്തി നടക്കുക. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൊടുത്ത വസ്തുവിനെ പ്രൊഡക്റ്റാക്കി മാറ്റും. അപ്പോൾ ആ ശക്തി സമർത്ഥനാണ്. ഈ യജ്ഞത്തെ പൂർണ്ണതയിലെത്തിക്കുന്നത് അങ്ങാണ്. ആ ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം പ്രൊഡക്റ്റാക്കിയിട്ട് മാറ്റുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ നമ്മൾ അരിയും വെള്ളവും കൊടുക്കും. ആ സിസ്റ്റം അതിനെ ചില രാസപ്രവർത്തനത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അരിയെ എന്താക്കി മാറ്റും? ചോറാക്കി മാറ്റും. അതിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ഇനി അതുകൊണ്ട് നീ എന്ത് വേണം? യജ്ഞത്തിലേക്ക് വേഗത്തിൽ വരിക. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ ഇന്ദ്രൻ അപ്പോൾ അവിടെ എത്തും, ഉടനെ എത്തും, വേഗത്തിൽ. അതുകൊണ്ട് യജ്ഞം എന്താകട്ടെ? വേഗത്തിൽ നടക്കട്ടെ. നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ വേഗത്തിൽ നടക്കണം. വളരെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പെട്ടെന്ന് സാധിപ്പിക്കണം. നമ്മളിപ്പോൾ ഒരു ചോറ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്ര തത്വങ്ങൾ മാറ്റം വരുത്തുന്നത്. പുതിയ മന്ത്രങ്ങൾ, സൂക്തങ്ങൾ ഉപയോഗിക്കും. പുതിയ ശാസ്ത്ര തത്വങ്ങളെയാണ് സൂക്തങ്ങൾ, വേദമന്ത്രങ്ങൾ. വേദത്തിലെല്ലാം സയൻസാണുള്ളത്. ഉദാഹരണമായിട്ട് ചോറ് വേഗത്തിലാകാൻ പ്രഷർ കുക്കറിലിട്ടാൽ മതി. പ്രഷർ കൂടുമ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇന്ദ്രന് പെട്ടെന്ന് അതിനെ ചോറാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് അതോട് പറയുകയാണ്, യജ്ഞം വേഗത്തിൽ നടക്കട്ടെ. എന്നിട്ട് 22 പറയുകയാണ്, യജ്ഞം പൂർത്തീകരിച്ചിട്ട് അങ്ങ് മടങ്ങിക്കൊള്ളുക വേഗത്തിൽ. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും പെട്ടെന്ന് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റി തന്നിട്ട് അങ്ങ് പോവുക. അതിനെ പെട്ടെന്ന് തന്നെ വരിക, യജ്ഞങ്ങൾ പൂർത്തീകരിക്കുക, എന്നിട്ട് അങ്ങേരെ പുറത്തു പോവുക. ആര്? ഇന്ദ്രൻ. ആ ശക്തിവിശേഷം യജ്ഞത്തിൻ്റെ ദേവതകളിലേക്ക് മടങ്ങുക. ഒരു യജ്ഞം നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ചോറ് വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അരിദേവതയാണ്, വെള്ളം ദേവതയാണ്, അഗ്നിദേവതയാണ്, പാത്രം ദേവതയാണ്. ഈ ദേവതകളിലേക്കാണ് ഇന്ദ്രൻ ചെന്നിട്ട് അവയെ എന്താക്കി മാറ്റുന്നത്? ചോറാക്കി, പ്രൊഡക്റ്റാക്കി, അന്നമാക്കി മാറ്റുന്നത്. യജ്ഞകർത്താവ് ഇത് യജ്ഞപതിക്കുള്ള യജ്ഞമാണ്. എന്താണ് യജ്ഞപതി? എപ്പോഴും യജ്ഞം നടത്തുന്നതിന് അതിൻ്റെ പതി ആരായിരിക്കും? ആർക്ക് വേണ്ടിയാണോ ഇത് യജ്ഞം നടത്തുന്നത് അതാണ്. ഉദാഹരണമായിട്ട് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കെടുക്കാനാണ്. പ്രപഞ്ചം പടിപടിയായ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തുകയാണ്. ആ ലോകത്തിലെത്തിയാൽ പടിപടിയായിട്ട് നമ്മൾ മനുഷ്യരുപയോഗിച്ചുകൊണ്ടാണ് യജ്ഞം നടത്തുന്നത്. അപ്പം ലോകം പുരോഗമിക്കുന്ന മനുഷ്യരുടെ സഹായത്താലാണ്. അതിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അപ്പം നമുക്കൊരു യജ്ഞം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആ യജ്ഞപതിക്ക് വേണ്ടി. അപ്പം എല്ലാ യജ്ഞങ്ങളും ആ പ്രകൃതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ യജ്ഞം നടത്തുന്നത്.
ഇന്ദ്രൻ മന്ത്രങ്ങൾ മുഴങ്ങുമ്പോൾ ഇവിടേക്ക് കടന്നു വരട്ടെ. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങൾ. ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ അവിടെ വരട്ടെ, നമ്മളെ വസ്തുക്കളെ പ്രൊഡക്റ്റാക്കിയിട്ട് മാറ്റട്ടെ. ഇവിടെ വീരന്മാരാണുള്ളത്. ഇവിടെ ഇരിക്കുന്നതെല്ലാം നല്ല യജ്ഞം നടത്താൻ കഴിവുള്ളവരാണ്. യജ്ഞം നടത്താൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ അത് നടത്താനുള്ള കഴിവുമുണ്ട്, അതിനുള്ള ജ്ഞാനവുമുണ്ട്. നമുക്കിപ്പോൾ ഒരു വീട് വെക്കണ്ടെങ്കിൽ അത് യജ്ഞം നടത്താൻ കഴിവുള്ളവരാണ് വീട് വെക്കുന്നത്. ആരോഗ്യമില്ലാത്തവന് കല്ലെല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റും. അപ്പോൾ യജ്ഞം നടത്തുന്നവന് ആരോഗ്യമുണ്ട്, വീരന്മാരാണ്, അവർക്കത് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് യജ്ഞം നടത്തുന്നത്. ഇപ്പം വീട് കെട്ടുക, അല്ലെങ്കിൽ ഭൂമി കളക്കുക. ഭൂമി കളക്കുക എന്നുള്ള യജ്ഞം കളക്കാൻ കഴിവുള്ളവൻ, ആരോഗ്യമുള്ളവനല്ലേ പറ്റും. അപ്പോൾ യജ്ഞം കെട്ടുവാൻ കഴിവുള്ളവരെയാണ് ഇവിടെ വീരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വീരന്മാരാണുള്ളത്, യജ്ഞം നടത്താൻ കഴിവുള്ളവരാണുള്ളത്. അവർക്ക് അതിനുള്ള എന്തുണ്ട്, ജ്ഞാനവും ഉണ്ട്. അങ്ങനെയുള്ള യജ്ഞത്തിലാണ് ഇന്ദ്രൻ വന്നിട്ട് അതിനെയെല്ലാം പൂർത്തീകരിക്കുന്നത്. നീ സർപ്പമോ പെരുമ്പാമ്പോ ആകരുത്. സർപ്പം എന്ന് പറഞ്ഞാൽ വിഷമായി മാറരുത്. ചില യജ്ഞങ്ങൾ വിഷമായി മാറിപ്പോവും. ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ ആ കൊടുത്ത അഗ്നി കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ അടിക്ക് പിടിച്ചിട്ട്, ചിലപ്പം പറയുന്ന കേട്ടില്ലേ, അടിക്ക് പിടിച്ചു പോയെന്ന്. എന്തുകൊണ്ട്? അധികം അഗ്നി കൊടുത്തു, സമയം കൂടിപ്പോയി. അപ്പോൾ അവിടും ചെയ്യുന്നത് ആര് തന്നെയാണ്? ഇന്ദ്രനാണ്. സമയം കൂടുമ്പോൾ എന്തായിട്ട് മാറും? കരിയായിട്ട് മാറും. അത് സയൻസാണ്. ഇന്ദ്രൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ, അല്ലാതെ ഇന്ദ്രൻ തോന്നുന്ന മാതിരി കരിക്കുന്നൊന്നുമല്ല. ആവശ്യത്തിൽ കൂടുതൽ ഒരു വസ്തുവിന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിയായിട്ട് മാറിയെന്ന് വരും. അപ്പോൾ ഇന്ദ്രൻ അത് ആ സയൻസ് തത്വപ്രകാരം അതിനെ കരിയാക്കി മാറ്റും. അപ്പം ചോറെല്ലാം കിട്ടുക, അടിക്ക് പിടിച്ചെന്തല്ലോ ആണ് കിട്ടുക. അപ്പോൾ ഇത് നീ സർപ്പമാകരുത്, അതായത് വിഷമാക്കി മാറ്റരുത് ആ വസ്തുവിനെ. പെരുമ്പാമ്പും ആകരുത്. പെരുമ്പാമ്പ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങിക്കളയുക. യജ്ഞത്തെ തന്നെ ചിലത് പൊട്ടി വിഴുങ്ങിക്കളയും. ചില യജ്ഞങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബിലെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് മുഖമെല്ലാം യക്ഷി എന്ന സിനിമയിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ അടുക്കളയിൽ പാരവാത സിലിണ്ടറെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് യജ്ഞം നടത്തുമ്പോൾ. അപ്പോൾ യജ്ഞത്തിൽ നിന്ന് അവിടെയും പ്രവർത്തിക്കുന്ന ഇന്ദ്രനാണ്. പക്ഷേ നീ സർപ്പമാകരുത്, വിഷമാക്കി മാറ്റരുത്. അതേസമയം പെരുമ്പാമ്പുമായി കളയരുത്. യജ്ഞത്തെ തന്നെ വിഴുങ്ങിക്കളയരുത്. അതിൽ ചിലപ്പം പടക്കം ഉണ്ടാക്കുന്ന കടയിലെല്ലാം പടക്കം തന്നെ പൊട്ടും. പടക്ക ഷോപ്പ് തന്നെ പൊട്ടിത്തെറിച്ചെന്ന് വരും. അതൊന്നും ആകരുത് എന്ന് പറയാം. അതായത് സുരക്ഷിതത്വം. ഇനി 23 വേറൊരു വിഷയം, ദേവത വരുണനാണ്. വരുണൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. ആ ഓർബിറ്റിൽ സൂര്യന് പഥങ്ങൾ നിർമ്മിച്ചു. സൂര്യന് സഞ്ചരിക്കുവാൻ ഓർബിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന് ഓർബിറ്റുണ്ട്. അതാണ് വരുണൻ. ഓർബിറ്റുകളാണ്. ആ ഓർബിറ്റിൽ ചില നിയമങ്ങളുണ്ട്. ആ ഓർബിറ്റിലൂടെ മാത്രമേ അത് ചുറ്റാൻ പാടുള്ളൂ. ഭൂമിക്ക് ചുറ്റാൻ ഓർബിറ്റുണ്ട്, ശുക്രന് ചുറ്റാൻ ഓർബിറ്റുണ്ട്. അതേപോലെ സൂര്യനും ധ്രുവ നക്ഷത്രത്തിന് ചുറ്റുമെല്ലാം കറങ്ങുന്നുണ്ട്. വേറെ പല വഴിയിലൂടെയും സൂര്യൻ പോകുന്നുണ്ട്. അതുകൊണ്ട് സൂര്യനുള്ള പഥവും ആരാണ് നിർമ്മിച്ചത്? വരുണനാണ് നിർമ്മിച്ചത്. വളരെ വിസ്തൃതമായ ഒന്നാണത്. സൂര്യൻ പോകുന്ന വഴി വളരെ വിസ്തൃതമാണ്. ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന വഴി എത്രയാണ്? 1 വർഷം കൊണ്ടേ അത് ചുറ്റിത്തീരുകയും. 1 വർഷം എടുക്കും സൂര്യൻ്റെ ചുറ്റും ഭൂമി ഒന്ന് ചുറ്റാൻ. എന്നാൽ സൂര്യൻ പോകുന്ന വഴി, സൂര്യനൊരു വഴിയുണ്ട്. സൂര്യനും അതേപോലെ ഇതിനെയെല്ലാം വലിച്ചു കെട്ടി പോകുന്നുണ്ട്. അത് വളരെ വിസ്തൃതമാണ് എന്ന് പറയുകയാണ്. ഇത് സൂര്യൻ്റെ സഞ്ചാരത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ വഴി സൂര്യൻ്റെ സഞ്ചാരത്തിന്, ഇപ്പം ഭൂമിയുടെ വഴിയിൽ ഭൂമിയാണ് പോകുന്നത്. അതേപോലെ തന്നെ ചന്ദ്രൻ്റെ വഴിയിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്നുണ്ട്. അതിൻ്റെ വഴിയിൽ ചന്ദ്രൻ പോകും. സൂര്യന് പോകാൻ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ സൂര്യൻ മാത്രമേ പോകൂ. എന്നിട്ട് എന്ത് പറയുന്നു? ഇവിടെ ഒരു യാത്രികനും ഒരിക്കലും പാദം സ്പർശിച്ചിട്ടില്ല. സൂര്യൻ പോകുന്ന ആ വഴിയിൽ ഒരു മനുഷ്യർക്കും ഇതുവരെ കാലെടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും വിസ്തരിച്ച ഒരു വഴിയിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അവിടെ മനുഷ്യർക്കൊന്നും കാലെടുത്ത് വെക്കാൻ പറ്റില്ല, ഇതുവരെ ആരും വെച്ചിട്ടില്ല.
മനസ്സറിവുള്ളവനാണ് ഇത് നിർമ്മിച്ചത്. എല്ലാം നല്ല മനസ്സിൽ ചിന്തിക്കാൻ കഴിവുള്ളവനാണ് നിർമ്മിച്ചത്. ആ പ്രപഞ്ചശക്തി, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അവന് നമസ്കാരം. ആ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിവിശേഷം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിവിശേഷത്തിന് നമസ്കാരം പറയുകയാണ്. കാരണം അത്രയും മഹത്തരമായ തരത്തിലാണ് ഗ്രഹങ്ങൾക്കെല്ലാം ഓരോ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി 24. അഗ്നി ജലരാശികളുടെ പിന്മുറക്കാരാണ്. ജലരാശി കഴിഞ്ഞിട്ട് ജലമുണ്ടായിട്ടാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. അഗ്നി ജലരാശിയുടെ പിന്മുറക്കാരാണ്. ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. എങ്ങനെ ജലത്തിൽ നിന്ന് അഗ്നി ഉണ്ടായ? ആദ്യമുണ്ടായത് ജലമാണ്. ആദ്യമുണ്ടായത് വാതകങ്ങളാണ്, ഹൈഡ്രജൻ, ഓക്സിജനാണ്. പിന്നെ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തിയാൽ എന്താവും? ജലമായിട്ട് മാറും. അപ്പം ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് ആദ്യമുണ്ടായ ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങളാണ്. ആ വാതകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ജലമായി മാറുന്നത്. ജലമായി മാറുമ്പോഴാണ് ഊർജം, അഗ്നി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും എന്ന വാതകങ്ങൾ കൂടി ജലമാകുമ്പോൾ ആ ജലത്തിൽ നിന്നാണ് അഗ്നി പുറത്തേക്ക് വരുന്നത്. അപ്പം ജലത്തിൻ്റെ ശേഷമാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം. എന്നിട്ടോ അത് ജ്വലിച്ചു വരും. അങ്ങനെ ജലത്തിൽ നിന്ന് അഗ്നി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ അഗ്നി ജ്വലിച്ചു വരും. അത് തിന്മകളെ ദൂരീകരിക്കും. തിന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കുന്ന അഗ്നിയാണ്. എന്ത് പ്രയാസമുണ്ട്, വിശപ്പുണ്ടെങ്കിൽ അഗ്നി പരിഹരിച്ചു തരും, ഭക്ഷണം ഉണ്ടാക്കി തരും. ഓരോ ഭവനത്തിലും അത് ഊർജങ്ങളെ എത്തിക്കുന്നു. ഓരോ വീട്ടിലും അഗ്നി ഊർജ്ജത്തെ എത്തിക്കും. എല്ലാ വീട്ടിലും അഗ്നി ഉണ്ടായാലേ പറ്റും. ഒന്നിക്ക് വിറക് കത്തിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന ഊർജ്ജം വേണം, ലൈറ്റ് എനർജി വേണം, എല്ലാ ഊർജവും വേണം. അഗ്നിയെ ഊർജമായിട്ട് കാണണം. നിന്റെ ജിഹ്വ തിളച്ച നെയ്യിൽ ഉയരുന്നു. നല്ല തിളച്ച നെയ്യാവുമ്പോൾ പെട്ടെന്ന് വെളിച്ചം ജിഹ്വ ഉയരും. ഇനി 25. സോമത്തിൻ്റെ ഹൃദയകേന്ദ്രം സമുദ്രത്തിലാണ്. സോമം എന്ന് പറയുന്നത് മിക്സ്ചറാകാം, നീരാകാം. ഈ നീരിൻ്റെ എല്ലാം ഹൃദയകേന്ദ്രം എവിടെയാണ്? സമുദ്രത്തിലാണ്, ജലത്തിലാണ്. ജലത്തിൽ നിന്നാണ് സോമം ഉണ്ടാകുന്നത്. ജലവും ഒരു സോമമാണ്, പക്ഷേ അടിസ്ഥാന വസ്തുവാണ് ജലം. ജലത്തിൽ നിന്നാണ് നീരുണ്ടാകുന്നത്. ഇപ്പം പാല് എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ കൂടെ എന്തെല്ലോ ചേർന്നതാണ് പാല്. പാലിലും വെള്ളമാണുള്ളത്. നമ്മുടെ ശരീരം മുക്കാഭാഗവും വെള്ളമാണ്. അപ്പം വെള്ളമാണ് അടിസ്ഥാന വസ്തു. ആ വസ്തുവിൽ നിന്നാണ് മറ്റുള്ള ദ്രവരൂപത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത്. നിന്റെ സത്തയും വെള്ളത്തിനടിയിൽ തന്നെ. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും സത്ത വെള്ളത്തിലാണുള്ളത്. വെള്ളം ചേർന്നതാണ്. ഇപ്പം രക്തം ഉണ്ടാകുന്നതും ജലസമാനമാണെങ്കിലും ജലമില്ലാതെ രക്തം ഉണ്ടാവില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം തന്നെയാണ് രക്തമായിട്ട് മാറുന്നത്. ജലം എങ്ങനെ സോമത്തിൽ കുടിയേറിയോ? ജലം എങ്ങനെ സോമത്തിൽ കുടിയേറി? സോമം എന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്ത് ജലം കയറിയിട്ടുണ്ട്. നമ്മൾ പാലിൽ വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ പാലിൻ്റെ അകത്ത് ചേരും. അപ്പം ജലം എവിടെയും കയറും. ജലം സോമത്തിൽ കുടിയേറിയോ? അതുപോലെ സോമം ഔഷധികളുടെ വേരിൽ സന്നിവേശിച്ചിരിക്കുന്നു. സോമം ഔഷധികളുടെ വേരിൽ സന്നിവേശിച്ചിരിക്കുന്നു. ഔഷധികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചെടിയിലെ നീരിൽ നിന്ന്. ചെടിയിലെ നീരിലാണ് ഔഷധി ഉള്ളത്. എങ്ങനെയാണ് വന്നത്? വേരിലെ ജലത്തിൽ നിന്ന്. അപ്പം വേര് ജലത്തെ വലിച്ചെടുത്തിട്ട് ആ ജലത്തിലാണ് ഈ മറ്റുള്ള ഔഷധ ഗുണമുള്ള വസ്തുക്കളെല്ലാം ചേർന്നിട്ട് ചെടിയുടെ നീരായിട്ട് മാറുന്നത്. വേര് ജലം വലിച്ചെടുത്തിട്ട് ആ ജലത്തിൽ മിക്സ് ചെയ്യുന്നു ഔഷധ ഗുണമുള്ള വസ്തുക്കൾ. അങ്ങനെയാണ് ചെടി ഔഷധവീര്യമുള്ള നീരുകൾ ഉണ്ടാക്കുന്നത്. ഈ യജ്ഞം യജ്ഞപതിക്കായിട്ട് സമർപ്പിക്കും. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി? ആ യജ്ഞപതി, ആ സൃഷ്ടികർത്താവ്. ആ സൃഷ്ടികർത്താവാണ് ഇതിനെല്ലാം ഇതേ തരത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി 26.
അല്ലയോ ജലദേവതയെ, നിന്റെ ഗർഭത്തിൽ ജനിക്കുന്ന ശിശു പരിപോഷിപ്പിക്കപ്പെടുകയും പൊതിയപ്പെടുകയും ചെയ്യുന്നു. ജലത്തിൽ പിറക്കുന്ന ശിശു, ഇപ്പോൾ ഒരു മരുന്നാണെങ്കിലും ജലത്തിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ അത് ജലത്തിൽ മുഴുവൻ പോഷിപ്പിക്കപ്പെടും. എന്നിട്ട് അതിനെ ജലം മൂടുകയും ചെയ്യും. ജലത്തിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആ പഞ്ചസാര ജലത്തിൻ്റെ അകത്ത് മുഴുവൻ വ്യാപിക്കും. ആ പഞ്ചസാരയെ മുഴുവൻ ആര് മൂടും? ജലം മൂടും. കാരണം ജലത്തിൻ്റെ തന്മാത്രകളുടെ ഇടക്കാണ് ഈ പഞ്ചസാര കയറി നിൽക്കുന്നത്. അപ്പോൾ അതവനെ പൊതിയുകയും ചെയ്യും. ഈ ഇട്ട വസ്തുവിനെ മുഴുവൻ ജലം പൊതിയും. ഒരു കല്ല് വെള്ളത്തിലിട്ടാൽ തന്നെ കല്ലിന് എന്താവും? ജലം പൊതിയും. അതുകൊണ്ട് സോമം തിന്മയെ മാറ്റി ഞങ്ങൾക്ക് ആഹ്ലാദം നൽകുക. അങ്ങനെയാണ് സോമം എന്ത് ചെയ്യുന്നത്? തിന്മയെ മാറ്റി നമുക്ക് ആഹ്ലാദം നൽകുന്നു. നമ്മൾ മരുന്നുകൾ കുടിക്കുമ്പോഴും മരുന്ന് നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ ഒന്ന് പ്രത്യേകം പറയുന്നുണ്ട്, മരുന്ന് കുടിച്ചിട്ട് അതിൻ്റെ കൂടെ വെള്ളവും കുടിക്കണം. വെള്ളം അതിനെ പൊതിഞ്ഞിട്ട് ഡയല്യൂട്ടാക്കിയിട്ടാണ് ഉള്ളിൽ ചെല്ലുന്നത്. ഇപ്പം കള്ളു കുടിക്കുന്ന ആൾക്കാരും പറയില്ലേ വെള്ളം ചേർക്ക് എന്ന്. വെള്ളം ചേർക്കുമ്പോൾ വെള്ളം അതിനെയെല്ലാം പൊതിഞ്ഞിട്ട് അതിൻ്റെ തന്മാത്രകളെ പൊതിഞ്ഞിട്ട് എന്താക്കും? ലൈറ്റാക്കി മാറ്റും. അതിൻ്റെ ഗാഠത കുറക്കും. അതിലൂടെ ആഹ്ലാദം നൽകും. അപ്പോൾ എന്ത് കുടിക്കുമ്പോഴും കട്ടിയിലുള്ളതെടുത്ത് കുടിക്കരുത്. ഇപ്പം ചായപ്പൊടി തന്നെ, ചായപ്പൊടി എടുത്ത് വായിലിട്ടിട്ട് പഞ്ചസാര ഇട്ടാൽ നല്ലതാണോ? അത് ദോഷമാണ്. അപ്പോൾ എന്ത് വേണം? വെള്ളത്തിലലിയിച്ചിട്ട്, അപ്പം വെള്ളത്തെ മൂടിക്കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഹ്ലാദം കിട്ടും. അതുകൊണ്ടാണ് ചോറ് തിന്നാലും എല്ലാം വെള്ളം കുടിക്കുന്നത്. ഇനി 27, യജ്ഞം സാഗരത്തെ പോലെ സദാ ചലിക്കുന്നു. ഈ യജ്ഞം ലോകം മുഴുവൻ സാഗരം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ലോകം മുഴുവൻ യജ്ഞങ്ങൾ നടക്കുക. എന്തെല്ലാം യജ്ഞമാണ് ലോകത്തിൽ നടക്കുന്നത്? പുറത്തു നോക്കിയാൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല ഇങ്ങനെ ചലിക്കുന്നുണ്ട്, ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. ലോകം മുഴുവൻ യജ്ഞം നടക്കുകയാണ്. എന്നിട്ട് പറയാണ് അല്പനേരത്തേക്കൊന്ന് ക്ഷമിക്കുക, ചലിക്കാതിരിക്കുക എന്ന് പറയുകയാണ്. ഇതിനു വേണ്ടിയിട്ട്, കാരണം ദേവന്മാർക്ക് നേരെ അവഹേളനം ചെയ്യുന്ന കുറ്റത്തിനുള്ള പ്രായശ്ചിത്തം ഞാൻ നടത്തട്ടെ. നമ്മൾ ചോറിന് അരിയെടുത്തിട്ട് ചോറാക്കുന്നു. അപ്പോൾ അരിയോടൊരു പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അരിയെ നശിപ്പിക്കുകയാണ്. അരിക്കൊരു ഗുണമുണ്ട്. നട്ട് കഴിഞ്ഞാൽ എന്തിനായി അരി ഉണ്ടായിരിക്കുന്ന അത് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ചോറാക്കി മാറ്റുമ്പോൾ ഇതിനോട് പാപമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വിത്ത് മുളക്കാൻ വേണ്ടിയില്ലയാണ്. മുട്ട എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കോഴിക്കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയാണ് മുട്ട ഉണ്ടാകുന്നത്. നമ്മളതിനെ കൊന്നിട്ടാണ് മുട്ട കഴിക്കുന്നത്. അപ്പം നമ്മൾ പാപമാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിനെ വേറൊന്നാക്കി മാറ്റുകയാണ്. അത് പാപമാണ്. അത് യജ്ഞത്തിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ യജ്ഞം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് തൽക്കാലം നിർത്ത്, ഞാൻ ഈ കോഴിക്കുട്ടിയോട് അല്ലെങ്കിൽ മുട്ടയോടൊന്ന് ക്ഷമ പറഞ്ഞോട്ടെ, പ്രായശ്ചിത്തം ചെയ്തോട്ടെ, അരിയോടൊന്ന് പ്രായശ്ചിത്തം ചെയ്തോട്ടെ. നിന്നെ ഞാൻ നശിപ്പിച്ചിട്ട് ചോറാക്കുകയാണ് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് യജ്ഞം ഒന്ന് തൽക്കാലം നിർത്തുവോ, ഒന്ന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോട്ടെ എന്ന് പറയുകയാണ് അരിയോട്. അരിയെ നമ്മൾ ചോറാക്കിയല്ലേ, ആ ചോറ് നട്ടാൽ മുളക്കില്ലല്ലോ. അപ്പോൾ അരിയോട് കുറ്റമാണ് ചെയ്യുന്നത്. അത് നാളെ മുളക്കേണ്ട ഒരു കുട്ടിയാണ്ടതാണ്, അല്ലെങ്കിൽ മുട്ട നാളെ ഒരു കോഴിയാണ്ടതാണ്. അതിനെയാണ് നമ്മൾ പുഴുങ്ങിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിനോട് പാപം ചെയ്യുകയാണ്. അപ്പോൾ ആ മുട്ട മാറുന്നതിനെക്കാട്ടി മുമ്പിൽ ഞാനൊന്നും മുട്ടയോട് പറഞ്ഞോട്ടെ, മുട്ട ഞാൻ നിന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, നിന്നെ പുഴുങ്ങിയിട്ട് തിന്നാൻ പോവുകയാണെന്നുള്ള പ്രായശ്ചിത്തം ചെയ്തോട്ടെ, ഒന്ന് ക്ഷമിക്കുക, കുറച്ച് നേരം യജ്ഞം നിർത്തുമെന്ന് പറയുകയാണ്. അതായത് യജ്ഞം ലോകം മുഴുവൻ ഇങ്ങനെ ദേവതകളെയെല്ലാം, ഒരു ദേവതയെ മറ്റൊരു ദേവത എന്നാൽ കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നായി മാറ്റുമ്പോൾ
അവരോടൊന്ന് പ്രായശ്ചിത്തം ചെയ്തോട്ടെ എന്ന് പറയാൻ. അതായത് ചുരുക്കത്തിൽ ഇത്രയുള്ള യജ്ഞം, ഈ ലോകം മുഴുവൻ മാറ്റപ്പെടുകൾ, ഒരു വസ്തുവിനെ വേറൊന്നാക്കി മാറ്റുന്ന യജ്ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മനുഷ്യരുടെ നേരെ കുറ്റം ചെയ്യുന്നത് പൂർണ്ണമായും ഇല്ലാതാകട്ടെ. മനുഷ്യരുടെ കാര്യത്തിൽ എന്ന പോലെ വേറൊരു മനുഷ്യരോട് കുറ്റം ചെയ്യുന്നത് തെറ്റാണ്, അത് ഇല്ലാതാക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ജീവജാലങ്ങളോടും കാണിക്കുന്നുണ്ട്. കോഴിയായി വളരേണ്ട മുട്ട നമ്മളെടുത്ത് തിന്നുകയാണ്. മത്സ്യം, വെള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് കളിക്കേണ്ട മത്സ്യം, നാളെ വേറെ കുട്ടികളിൽ ഉണ്ടാക്കേണ്ട മത്സ്യത്തെ പിടിച്ച് നമ്മൾ തിന്നുകയാണ്. അപ്പം ഇതെല്ലാം പാപമാണ്. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചെടികളെല്ലാം വളർന്നിട്ട് പുഷ്പിക്കേണ്ടതെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചീരൻ്റെ വിത്താനം നിൽക്കില്ല, അതിന് മുമ്പ് തന്നെ മുറിച്ചിട്ട് നമ്മൾ തോരനെല്ലാക്കും. ഇനി 28 വായു ചലിക്കുന്നത് പോലെയും സമുദ്രം ഇളകി മറിയുന്നത് പോലെയും 10-ാം മാസത്തിൽ ഗർഭസ്ഥ ശിശു അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വേറൊരു വിഷയം പറയുകയാണ്. 10-ാം മാസത്തിൽ കുട്ടി ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? വായു ചലിക്കുന്നത് പോലെയും, കാറ്റടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊടി പടലങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടുപോകും. സമുദ്രം ഇളകുമ്പോൾ ആ സമുദ്രത്തിൻ്റെ മുകളിലുള്ള ഇലകളും എല്ലാം ചലിപ്പിച്ച് മുന്നോട്ടേക്ക് പോകും. അതേപോലെയാണ് ഗർഭപാത്രത്തിലെ കുഞ്ഞ് പ്രസവിക്കേണ്ട സമയമാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു തരംഗം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഏതിലാണ്? സങ്കോച വികാസമെന്ന ഒരു തരംഗം ഗർഭമസിലുകളിലുണ്ടായിട്ടാണ് ഈ കുഞ്ഞിനെ തള്ളിവിടുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല. ശരീരത്തിൻ്റെ അകത്ത് ആ മസിലുകളിൽ, ഗർഭപാത്രത്തിൻ്റെ മസിലുകളിൽ ഒരു സങ്കോച വികാസങ്ങൾ തരംഗം പോലെ, കാറ്റടിക്കുന്ന പോലെ, സമുദ്രം ഇളകുന്നത് പോലെ ഉണ്ടായി കുഞ്ഞിനെ കുറച്ചായിട്ട് തള്ളിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ പ്രസവിക്കുന്നൊന്നും പറഞ്ഞ ഒറ്റ വാക്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സയൻസിലേക്കൊന്നും നമ്മൾ കിടക്കില്ല. പക്ഷേ അവിടെ എന്തുണ്ട്? വായു സഞ്ചരിക്കുന്ന പോലെ, വായു കാറ്റടിക്കുമ്പോൾ പല വസ്തുക്കളെയും തള്ളിക്കൊണ്ടുപോകും. ജലം ഒഴുകുമ്പോൾ വസ്തുക്കളെ തള്ളിക്കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു തരംഗരൂപത്തിലുള്ള പ്രവാഹം ഗർഭപാത്രത്തിലെ മസിലുകളിൽ ഉണ്ടായിട്ടാണ് കുഞ്ഞിനെ എടുത്ത് വെളിയിലേക്ക് 10-ാം മാസത്തിലെ ഗർഭസ്ഥ ശിശുവിനെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. ഏതുപോലെ? വായു ഇളകിപ്പോകുന്ന മാതിരിയും, ഇളകി ചലിക്കുന്നത് പോലെയും, സമുദ്രം ഇളകി മറിയുന്നത് പോലെയും. ഇനി 29 ആർക്ക് രക്ഷയേകുവാനാണോ ഈ യജ്ഞഭ്രൂണം ലഭിച്ചത്, ആ ഒരു കുട്ടി ജനിക്കുന്നത് ആർക്ക് രക്ഷയേകാനാണ്? നാളെ ഭാവിയിൽ എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത്. ഈ ഭ്രൂണാവസ്ഥയിലൂടെ പുറത്തേക്ക് വരുന്നത് ആർക്കെല്ലോ രക്ഷയേകാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ രക്ഷക്കാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അവനിലൂടെയാണ് ലോകം രക്ഷിക്കപ്പെടുന്നത്. ആരുടെ രക്ഷക്കായാണോ സ്വർണമായ ഗർഭപാത്രം ലഭിച്ചത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഗർഭപാത്രം ഉണ്ടായത്? ഗർഭപാത്രം ഉണ്ടായത് കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി. കൊച്ചിനെ ഭ്രൂണം ഉണ്ടായത് ആർക്ക് വേണ്ടിയാണ്? നാളത്തെ സമൂഹത്തിന് രക്ഷയ്ക്ക് വേണ്ടി. ആ ശിശുവിൽ നിന്ന് എല്ലാ കുറ്റങ്ങളും ഞാൻ എടുത്തു കളയുന്നു. ആ ശിശുവിൽ നിന്ന് അവനിലുള്ള എല്ലാ കുറ്റങ്ങളെയും ഞാൻ എടുത്തു കളയുന്നു എന്ന് പറഞ്ഞാൽ ശിശുക്കൾ നിർമ്മലമായിട്ടാണ് ജനിക്കുന്നത്. അവർക്ക് പാപമില്ല, പുണ്യവുമില്ല. ശിശുക്കൾ മാത്രം പാപപുണ്യമൊന്നുമില്ലാതെ പ്രകൃതി തന്നെ അതിൻ്റെ ഉത്തരവാദിത്തമല്ല ഏറ്റെടുത്തിരിക്കുകയാണ്. അവന് പാപമൊന്നുമില്ല. അവൻ ജനിക്കുമ്പോൾ പരിശുദ്ധമായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ പാപം പുണ്യമല്ല അതിൻ്റെ ശേഷമാണ് വരുന്നത്. ഇനി 30 ഗർഭസ്ഥ ശിശു അതിൻ്റെ കർമ്മത്തെ പൂർണ്ണമായി അറിയുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ
വേദം പറയുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. അവൻ എന്തെല്ലാമാണ് നാളെ കർമ്മം ചെയ്യണം, അവനെ ജനിപ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്. അപ്പോൾ ആ ജീവിതത്തിൽ എന്തെല്ലാം ഏതെല്ലാം സമയത്ത് ചെയ്യണമെന്ന് അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവൻ എന്തിനാണ് ജനിക്കുന്നതെന്നും എന്തെല്ലാം കർമ്മങ്ങളാണ് അവൻ ചെയ്യേണ്ടതെന്നും അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ ചിന്തകളും അവൻ്റെ മനസ്സിലോട്ട് അപ്പം കടന്നു പോകുന്നുണ്ട് എന്ന്, എന്തെല്ലാം ജന്മം അവൻ എടുത്തു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു എന്നതും അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് വേദം പറയുന്നു. ഉറച്ചതും ബലമേറിയുമായ ഗർഭത്തിൽ അവസ്ഥാന്തരമുണ്ടാകുന്നു. ആ ഗർഭത്തിൽ വെച്ചാണ് പിന്നെ അവന് പരിവർത്തനം ചെയ്തിട്ട് പലതരം അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടായിട്ട് അവൻ പൂർണ്ണ വളർച്ചയെ പ്രാപിക്കുന്നത്. ഈ ലോകങ്ങളിലൂടെ അവളുടെ ഏക ദ്വി ത്രി ചതുഷ് അഷ്ടമപാദങ്ങളായ ജീവജാലങ്ങൾ മഹനീയവൽക്കരിക്കപ്പെട്ടെ. അവനെന്നിട്ട് ഈ ഭൂമിയിൽ വരുമ്പം പല പാദങ്ങളായിട്ടാണ് അവൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. എന്തെല്ലാം? ഏകപാദമായിട്ട് കർമ്മം അനുഷ്ഠിക്കാം, ഒരൊറ്റ പാദങ്ങളോടുകൂടി അവൻ കർമ്മം അനുഷ്ഠിക്കാം. അങ്ങനെ ജനിച്ചു വരുന്ന കുട്ടി ഒരു പാദത്തോടുകൂടി കർമ്മം അനുഷ്ഠിക്കാം. ഏതാണത്? ചെടികൾക്ക് ഒരു തടി, ആ തടിയിൽ നിന്നാണ് ശാഖകളെല്ലാം ഉണ്ടായിട്ട് ഒറ്റ പാദമേ ഉള്ളൂ, ഒരു തടിയാണ്. എന്നാൽ ദ്വിപാദമുള്ളതുണ്ട്. ആര്? മനുഷ്യരെല്ലാം ദ്വിപാദങ്ങളാണ്. 3 പാദങ്ങൾ ഏതെല്ലാണ്? 4 പാദങ്ങളുള്ളത്. 4 പാദങ്ങളുള്ളത് ആരാണ്? കന്നുകാലികളെല്ലാം 4 പാദങ്ങളുള്ളത്. പിന്നെ എന്തുണ്ട്? 8 പാദം, 8 പാദങ്ങളുള്ളത്. 8 കാലി എന്നെല്ലാം പറയുന്നില്ല, 8 പാദങ്ങളുള്ളത്. അങ്ങനെ ജീവജാലങ്ങളെ മഹനീയവൽക്കരിക്കപ്പെടട്ടെ എന്ന് പറയാണ്. അവരവരുടെ കർമ്മങ്ങളിൽ അങ്ങനെ പല പാദത്തിൽ ജനിക്കുന്ന അവരെല്ലാം അവരുടെ ജീവിതം മഹത്വപൂർണ്ണമാക്കട്ടെ. അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്, ജനിക്കുമ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ കർമ്മങ്ങൾ അവൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ്റെ കർമ്മങ്ങൾ മഹനീയമായ നിലയിൽ അവൻ ഉയരട്ടെ എന്ന് പറയാണ്. മഹത്വവൽക്കരിക്കട്ടെ, അവൻ മഹനീയവൽക്കരിക്കപ്പെടട്ടെ എന്നെല്ലാം പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ജനിക്കുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കർമ്മം ഇന്നെല്ലാമാണെന്ന്. അതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ജീവിയായാലും, 8 കാലിയായാലും 2 കാലുള്ള മനുഷ്യരായാലും എന്തോ ആകട്ടെ, അവരെന്ത് ചെയ്യണം? അവരവരുടെ ആ ഏൽപ്പിച്ച കർമ്മം ഭംഗിയായി ചെയ്തു തീർക്കണം എന്നുള്ളൊരു ഉപദേശം ഇവിടെ നൽകുകയാണ്.